വേണ്ട എന്ന് വെച്ച റിജക്ട് ചെയ്ത സിനിമകൾ പിന്നീട് ആ സിനിമകളിൽ വേറൊരു ആക്ടർ അഭിനയിക്കുന്നു, അത് ഹിറ്റ് ആവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ മേഡത്തിന് അത് വേണ്ടായിരുന്നു വെച്ചത് തെറ്റായി പോയെന്ന് തോന്നിയിട്ടുണ്ട്? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് ഈ തന്റെ ഈ ചോദ്യം ഇങ്ങനെ ആവശ്യമില്ലാത്തൊരു ചോദ്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഞാൻ അമ്മ കൊടുത്ത വാക്കാ. രണ്ടും കൽപ്പിച്ച് ഞാൻ തീങ്കണ്ണിയോട് ഏറ്റുമുട്ടാൻ പോവുക. ഒന്നുകിൽ ഞാൻ വിജയിയാകും, അല്ലെങ്കിൽ എന്തിനാ വെറുതെ അനാവശ്യ ചോദ്യങ്ങളൊക്കെ താൻ ഇങ്ങനെ ചോദിച്ചോണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇപ്പൊ തനിക്ക് തന്നെ അറിയാലോ, ശരിയല്ലേ? എന്നോടാന്നോ? അതേടാ, നിന്നോട് തന്നെ. അത് പിന്നീട് വലിയ വിഷമത്തിലേക്ക് അല്ലേ? അതിനൊരു പരിഹാരം ഉണ്ടാക്കാനാണ് ഞാൻ വന്നത്. സഹകരിക്കണം കേട്ടോ. നമസ്കാരം. താൻ എന്താ ഈ ചോദിക്കുന്നത്? താൻ എന്തിനാണ് ഇങ്ങനെ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കാതെ കൊടുക്കൂ ഒരു അടി ശവത്തിന്. ഒരു ചോദ്യങ്ങളേ, തന്നെ പോലെയുള്ളവരൊക്കെ എന്താ ചെയ്യേണ്ടെന്നറിയോ? ഈ മടല് വെട്ടി അടിക്കണം. പിന്നെ ഈ പുളിയുറുമ്പുണ്ടല്ലോ, അത് പുളിയുറുമ്പ് ഇങ്ങനെ മേത്ത് കോരിയിട്ടിട്ട് ചൂടുവെള്ളം ഉണ്ടല്ലോ, ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ശരിക്ക് തിളച്ച വെള്ളം ഇങ്ങനെ കണ്ണിലും മൂക്കിലും ഒക്കെ ഇങ്ങനെ പച്ചമുളക് തേച്ചിട്ട് ഓരോക്കെ ഇങ്ങനെ മാന്തി പൊളിച്ച്, ഞാൻ പറയുന്നില്ല ഒന്നും. ചത്തിട്ട് പോരെ. ഞാനൊരു നാറിയല്ലേ? ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? നിയമം തിരിച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ. ഇനി വേറെ തിരിച്ചു പിടിക്കോ? എന്ത് പിടിക്കുന്ന കാര്യം പറഞ്ഞു താൻ രണ്ടിനും പോയിക്കോ. പെട്ടെന്നൊരു തീരുമാനം എടുക്കണമെന്നില്ല. തീർച്ചയായിട്ടും. ചിറ്റപ്പാന്ന് മാത്രം ഞാൻ ഇതുവരെ വിളിച്ചിട്ടുള്ളൂ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. No.